സാധാരണ കോൺഗ്രസിന് അധികാരം കിട്ടുമ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ നമുക്ക് പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ പറ്റും. പണ്ടൊക്കെ ഉറപ്പാണല്ലോ ആരായിരിക്കും എന്ന് നമുക്ക് അറിയാമല്ലോ. പെട്ടെന്ന് കരുണാകരനാണെങ്കിലും നമുക്കറിയാം. നമുക്കറിയായിരുന്നു. പക്ഷേ അവിടെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നു, ദിവസങ്ങൾ 10 ദിവസത്തോളം ചർച്ച നടക്കുന്നു. അങ്ങനെ അവസാനം വി ഡി സതീശൻ എത്തുന്നു. സാധാരണ കോൺഗ്രസ്സിൽ എപ്പോഴും മന്ത്രിമാരെ നിശ്ചയിക്കലാണ് നീണ്ടുപോകുന്നത്. കൂട്ടയടി എപ്പോഴും മന്ത്രി നിശ്ചയിക്കുന്ന വിഷയത്തിലാണ്. പക്ഷേ ഇത്തവണ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ വലിയ അടിയൊന്നും നമ്മൾ ഇതുവരെ കണ്ടില്ല. മെനഞ്ഞാന്നാണ് മുഖ്യമന്ത്രി വരുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ രാത്രിയത്തോടെ പട്ടികയും തയ്യാറാകുന്നു. അതെ, അത് വളരെ അത്ഭുതകരമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള ഓർത്ത കലാപങ്ങളൊന്നും ഇല്ല. പൊതുവെ സമാധാന അന്തരീക്ഷത്തിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ ആര് എന്താകും എന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ വി ഡി സതീശന് ഒപ്പം മുഖ്യമന്ത്രിയാണ്. ഒരു കാര്യം കൂടെ ഉറപ്പായിരിക്കുന്നു, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും. വി ഡി സതീശന്റെ വകുപ്പുകളിൽ പോലും നമുക്കൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. വി ഡി സതീശൻ ധനകാര്യ വകുപ്പ് എടുക്കുമോ, അല്ലെങ്കിൽ റവന്യൂ എടുക്കുമോ, അല്ലെങ്കിൽ പൊതുമരാമത്ത് എടുക്കുമോ ഒന്നും നമുക്ക് അറിയത്തില്ല. പൊതുഭരണ വകുപ്പ് മുഖ്യമന്ത്രിക്കായിരിക്കും സാധാരണഗതിയിൽ. അതെ, പക്ഷേ അറിയില്ല ഏത് വകുപ്പ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഇവിടെ ഇപ്പം മുസ്ലിം ലീഗിന് ഏത് വകുപ്പ് കൊടുക്കും ഒരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു വ്യക്തത വന്ന വകുപ്പ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമാണ്. അത് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയായി. വി എസ് മുഖ്യമന്ത്രി ആയപ്പോഴും ഇത് തന്നെയായിരുന്നല്ലോ അവസ്ഥ. കോടിയേരി ആയിരുന്നല്ലോ ആഭ്യന്തരമന്ത്രിയും വിജിലൻസ് അദ്ദേഹത്തിന് ചുമതല കൊടുത്തിരുന്നു. അത് പക്ഷേ കുറച്ച് ദിവസം മുഖ്യമന്ത്രിയെ നിശ്ചയിച്ച പാർട്ടി വളരെ വിശാലമായി ചർച്ച ചെയ്ത് സംസ്ഥാന സമിതിയിലൊക്കെ ചർച്ച ചെയ്തിട്ടാണ് തീരുമാനത്തിലേക്ക് വരുന്നത്. പക്ഷേ ഈ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ അത്തരം ചർച്ചകളൊന്നും കേരളത്തിൽ പോലും നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നേരിട്ട് കണ്ടു, വി ഡി സതീശൻ നേരിട്ട് ചെന്ന് കാണുന്നു. അങ്ങനെയല്ല, കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യം രമേശ് ചെന്നിത്തലയെ വിളിച്ചു പറയുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുമായിട്ട് അദ്ദേഹം അരമണിക്കൂറോളം സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ തൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ തൻ്റെ നിലപാടുകൾ തന്നെ മുഖ്യമന്ത്രി ആക്കാതെ തഴഞ്ഞതിലുള്ള വേദന, പരിഭവമല്ല അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഒരുപക്ഷെ അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരിക്കാം. പെട്ടെന്ന് രമേശ് ചെന്നിത്തല എല്ലാവർക്കും അങ്ങനെയാണ്, പെട്ടെന്ന് നമുക്കൊരു ഷോക്ക് ഉണ്ടായാലും പിന്നെ നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരും. അവിടെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു യഥാർത്ഥ ചാതുര്യം ചെന്നിത്തല കാണിച്ചതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് വളരെ തന്ത്രപരമായി മാധ്യമങ്ങളെ അദ്ദേഹം ഒഴിവാക്കി. അന്നത്തെ ദിവസം അദ്ദേഹം അത് വളരെ സത്യം പറഞ്ഞാൽ ആദ്യം നമുക്കതൊരു വിഷമം തോന്നി. ആദ്യം മാധ്യമങ്ങളെ കാണാതെ കളഞ്ഞു, പുറമാതിലൂടെ പോയി എന്നൊക്കെ വാർത്തകൾ വന്നു നോക്കിയാൽ പോലും അന്ന് മാധ്യമങ്ങളെ കാണാതിരുന്നതാണ് നല്ലത്. അതെ, വികാരപരമായി എപ്പോഴും മാധ്യമങ്ങളെ കാണുന്നത് ശരിയല്ല. അപ്പൊ നമുക്ക് എന്തും വിളിച്ചു പറയും. അതെ, മനുഷ്യനാണ്, എന്തും വിളിച്ചു പറയും. അന്ന് അങ്ങനെ പറയും, ഇങ്ങനെ പറയും, ഞാനൊന്നിനും ഇല്ല എന്നൊക്കെ പറയാം, ചിലപ്പോൾ പൊട്ടിക്കരയാം. പക്ഷെ ഇതെല്ലാം ഭാവിയിൽ വലിയ ട്രോളുകളായി. ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ, ട്രോളുകളായും എവിടെയെല്ലാം ക്യാമറ ഉണ്ടെന്ന് ദൈവത്തിനുള്ള. അന്ന് ഒരുപക്ഷെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടുവന്നിട്ട് ഇനി ഞാൻ മന്ത്രിസഭയിലേക്ക് ഇല്ല, എന്നോട് കാണിച്ചത് അവഗണനയാണെന്നൊക്കെ ഒരു പ്രസ്താവന നടത്തിയിരുന്നെങ്കിൽ ചിലപ്പം അന്നത്തെ മാനസികാവസ്ഥയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളുടെ സമ്മർദ്ദഫലമായല്ല അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തുന്ന ഉത്തരങ്ങൾ ചെന്നിത്തല പറയുമായിരുന്നിരിക്കും. പക്ഷെ ഈ സാഹചര്യത്തെയാണ് ചെന്നിത്തല അത്രയധികം ഗുരുവായൂർ പോയി മനസ്സ് നമ്മളെ ഒരു വിശ്വാസിയാണെങ്കിൽ ഒരു ക്ഷേത്രത്തിലോ പള്ളിയിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളൊന്ന് സെറ്റിൽഡ് ആവും നമ്മൾ. അതെ, ചെന്നിത്തല പുറകുവശത്തെ ഗേറ്റ് വഴി പോയെന്നാണ്. അതെ എന്നാണ് പറയപ്പെടുന്നത്. അതെ, ചെന്നിത്തലയുടെ വീട്ടിൽ പുറകുവശത്തെ ഗേറ്റ് ഉണ്ടോ എന്ന് ആർക്കും അറിയത്തില്ല. ഇനി മദനിയാടി വല്ലതും പോയിട്ടുണ്ടോ. എന്തായാലും അദ്ദേഹം അന്ന് അങ്ങനെ പോയത് ഗുരുവായൂർ പോയത് നന്നായി. പിന്നീട് ഗുരുവായൂർ പോകുന്നവരെ ആരെയും കണ്ടില്ല. ഗുരുവായൂർ പോയി നിർമ്മാല്യ ദർശനം കഴിഞ്ഞ് ഗുരുവായൂരപ്പനെ കണ്ട് മനസ്സൊന്ന് തണുത്തിട്ടാണ് ശാന്തനായി ഭഗവാനോട് എല്ലാം പറഞ്ഞിട്ട് ആണ് മാധ്യമങ്ങളോട് പിന്നീട് സംസാരിക്കുന്നത്. അപ്പം തന്നെ ഒരു പാകതയും പക്വതയും ഒക്കെ ആ വാക്കുകളിലുണ്ട്. കുറച്ചാൾ മുമ്പ് ഞാൻ രമേശ് ചെന്നിത്തലയുടെ ഒരു അനുഭവം കണ്ടിരുന്നു. അത് യൂട്യൂബ് ചാനൽ കൊടുത്ത ഇൻ്റർവ്യൂ ആണ്. പക്ഷേ നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് 1991 കേന്ദ്രമന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അന്ന് അദ്ദേഹം MP ആണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും, കേന്ദ്ര സഹമന്ത്രിയെങ്കിലും ആകുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. അങ്ങനെ തന്നെയാണ് ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്. അത് ഡൽഹിയിലുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം അദ്ദേഹത്തിന് പകരം അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനാണ്. ബംഗാളിലെ സംസ്ഥാന അധ്യക്ഷയെ മമതാ ബാനർജി മന്ത്രിയാക്കി, ദേശീയ അധ്യക്ഷനായ രമേശ് ചെന്നിത്തല മന്ത്രിയാക്കില്ല. അത് കേരളത്തിൽ നിന്ന് കളിയായിരിക്കും എന്നുള്ള വേറെ കാര്യം നമുക്ക് അറിയാം. പക്ഷേ ഇങ്ങനെ ആക്കിയില്ല. പക്ഷേ അന്നൊക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ട് സംസാരിച്ച് ഒരു സമാധാനം കൈവരുത്തുമായിരുന്ന ഒരാൾ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ ശങ്കർദയാൽ ശർമ്മയാണ്. അപ്പോൾ അദ്ദേഹം ഇക്കാര്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം ചെന്നിത്തലയുടെ അടുത്ത് പറഞ്ഞത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷെ ഒരിക്കലും അതിനെതിരെ ഈ പ്രക്ഷോഭം നടത്താൻ പോകരുത്. സ്വന്തം പാർട്ടിയുടെ സംഭവം ഉണ്ടായി. അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ 1969 കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു സ്ഥാനം കിട്ടിയിട്ടില്ല. എത്രയോ വർഷം, പതിറ്റാണ്ടൊക്കെ ശേഷമാണ് വീണ്ടും ഞാൻ ഉപരാഷ്ട്രപതി രാഷ്ട്രപതി. അദ്ദേഹം അത്രയും AICC 2 ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്ന ഒരു ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അത് ആ പണ്ഡിതനായ ഒരു അക്കാഡമിക്കായ നിയമവിദഗ്ധനാണ്. എല്ലാം ആയിട്ട് പോലും പിന്നീട് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് ഇത്രയും പതിറ്റാണ്ടുകളെടുത്ത്. അപ്പോൾ അദ്ദേഹം സ്വന്തം ജീവൻ കാണിച്ചു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അത്തരം ആളുകളായിട്ടുള്ള ഒരു സമ്പർക്കമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയിലേക്ക് വി ഡി സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ദിവസം
രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയോ പൊട്ടിത്തെറിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അത് തീർച്ചയായും അത് ആഭ്യന്തരമന്ത്രി പദം പോലും ചെന്നിത്തലയ്ക്ക് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഹൈക്കമാൻഡ് ഇത്രയും അനുകൂലമായ രീതിയിൽ ചെന്നിത്തലയെ രമേശ് ചെന്നിത്തല ഒരു കാലത്തും പാർട്ടിയിൽ വിമതക്കൊടി ഉയർത്തിയ ആളല്ല. അന്ന് തിരുത്തൽവാദ പ്രസ്ഥാനം ഉണ്ടായെന്ന് പറയുമ്പോൾ അന്ന് അതിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അതിനൊരു വിവാദം എന്ന് പറയാൻ പറ്റില്ല. അതിനൊരു തിരുത്തൽ ശക്തിയായിട്ട് അവർ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട അന്നത്തെ തലമുറയിൽ ജി കാർത്തികനും എം എ ഷാനവാസും ചെന്നിത്തല ഇറങ്ങിയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലം ഉണ്ടായി, അതിൻ്റെ ഗുണഫലം ഉണ്ടായി എന്നുള്ള വേറെ കാര്യം. കോൺഗ്രസ് അത് ഒരു പ്രശ്നം സൃഷ്ടിച്ചെങ്കിൽ പോലും അവർക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞു. പ്രതികരണ ശേഷിയുള്ള ഒരു തലമുറയാണ് ആ ഉയർന്നു വന്നത്. അത് അവർ പ്രകടിപ്പിക്കുകയായിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അന്നത്തെ തിരുത്തൽവാദം കെ മുരളീധരനെ കേരള രാഷ്ട്രീയത്തിലേക്ക് കരുണാകരൻ എന്ന് പറഞ്ഞ വ്യക്തി കൊണ്ടുവരാൻ ശ്രമിച്ചതിനെതിരായ തിരുത്തൽവാദമായിരുന്നു. ഇന്നിപ്പോ 2026 രമേശ് ചെന്നിത്തല മന്ത്രിയാകുമ്പോൾ അതേ മുരളീധരനും അതേ മന്ത്രിസഭയിൽ അംഗമാകുന്നുള്ളതാണ്. തിരുത്തൽവാദം വിജയിച്ചോ തോറ്റോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് സംഭവിച്ചെങ്കിലും ഇത് തിരുത്തൽവാദം ഉണ്ടാവുന്നതും രമേശ് ചെന്നിത്തല വേറൊരു ഗ്രൂപ്പിലേക്ക് പോകുന്നതും ഒക്കെ കെ മുരളീധരന് ഇവരുടെ മൂന്നുപേരും ശിഷ്യനായ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുന്നു. ജി കാർത്തികന്റെ തിരുത്തൽവാദത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ജി കാർത്തിക് ശിഷ്യനായ മുഖ്യമന്ത്രിയാവുന്നു. രമേശ് ചെന്നിത്തലയേക്കാൾ മുതിർന്ന നേതാവ് ജി കാർത്തികേയനായിരുന്നു. ജി കാർത്തികേയനെ ആണ് രമേശ് ചെന്നിത്തല പോലും ലീഡറായി കണ്ടിരുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇവർ മൂന്നുപേരും തിരുത്തൽവാദം ഉണ്ടാക്കിയത് തന്നെ കെ മുരളീധരനെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ്. മക്കൾ രാഷ്ട്രീയത്തിനെതിരായ ഒരു കോൺഗ്രസിന്റെ അകത്തുള്ള പോരാട്ടമാണ് തിരുത്തൽവാദം എന്ന രീതിയിലേക്ക് മാറിയതും കരുണാകരൻ രാജിവെക്കേണ്ടി വന്നതുമല്ല. എന്തായാലും ഇപ്പം അങ്ങനെ തിരുത്തൽവാദത്തിലൂടെ കോർട്ടിലേക്ക് രമേശ് ചെന്നിത്തല കോർട്ടിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. അത് അല്ല, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ അത് നല്ല തീരുമാനം തന്നെയാണ്. കാരണം അദ്ദേഹം വേണം മന്ത്രിസഭയിൽ. ഇതിൽ കെ സി വേണുഗോപാലിന്റെ ഒരു നിലപാടും വളരെ നിർണായകമായിട്ടുണ്ട്. അതെ, രമേശ് ചെന്നിത്തല തഴയാൻ പാടില്ല, രമേശ് ചെന്നിത്തല സീനിയോറിറ്റി എൻ്റെയും കൂടെ നേതാവാണ്, ആണല്ലോ, രമേശ് ചെന്നിത്തല അംഗീകരിക്കണം എന്നൊക്കെ കെ സി എടുത്തൊരു നിലപാടും വലിയ നിർണ്ണയം. ഇതിലുപരി ഞാൻ മനസ്സിലാക്കുന്നത് സോണിയാഗാന്ധി ആഗ്രഹിച്ചിരുന്നത് രമേശ് ചെന്നിത്തലയെ തന്നെ മുഖ്യമന്ത്രിയാക്കാനായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിലെ ബഹുഭൂരിഭാഗവും കെ സിക്കൊപ്പമായിരുന്നു. പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു വി ഡി സതീശന്റെ ഇതുണ്ട്. പിന്നെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം കൂടെ ചോദിച്ചിട്ട് ഒരു ആള് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 3 ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ MLA-മാരുടെ എണ്ണം, 2 പറഞ്ഞാൽ കേരളത്തിലുടനീളം ചർച്ച ചെയ്ത ജനഹിതം, 3 പറഞ്ഞാൽ ഘടകകക്ഷികളുടെ പിന്തുണ. അങ്ങനെ 3 ഘടകങ്ങൾ ആയിരുന്നു ഇത്തവണ കോൺഗ്രസ് പ്രധാന മാനദണ്ഡങ്ങളെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ പ്രധാന മാനദണ്ഡമാക്കിയത്. അതിൽ MLA-മാരുടെ പിന്തുണ കെ സി വേണുഗോപാലായിരുന്നെങ്കിൽ മറ്റ് 2 പിന്തുണ വി ഡി സതീശനൊപ്പം ആയതുകൊണ്ടാണ് വി ഡി സതീശന് നറുക്കുറിയാൻ പറ്റും. മാത്രമല്ല രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ദിരാഗാന്ധിയുമായി രാജീവ് ഗാന്ധിയുമായി വളരെ അവരുടെ വാത്സല്യമുള്ള ഒരാളായിരുന്നു. അത് ഹിന്ദിയിലൊക്കെ സംസാരിച്ച് ഇന്ദിരാഗാന്ധിയെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ ഇപ്പൊ രാജീവ് ഗാന്ധിയുടെ കാലത്ത് തന്നെ രമേശ് ചെന്നിത്തല വിചാരിച്ച ഡൽഹിയിൽ അന്ന് എന്തും നടക്കുമല്ലോ, അത്രയും സ്വാധീനം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ഉയർച്ച. ഒരു മലയാളി NSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ദേശീയ അധ്യക്ഷനായി വരിക എന്നുള്ളത് അന്നത്തെ കാലത്ത് ചില്ലറക്കാരൻ, തെക്കേ ഇന്ത്യക്കാരൻ ചില്ലറക്കാര്യമല്ല. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെയും കോൺഗ്രസ് സ്വാധീനിച്ചിരുന്ന ഒരു സമയത്താണ് അങ്ങനെ സംഭവം. എന്തായാലും രമേശ് ചെന്നിത്തല വളരെ കരുതലോടാണ് ഗുരുവായൂർ പോയി. അതിനുശേഷം അദ്ദേഹം മടങ്ങി വന്നു. പിന്നീട് പലവട്ടം അദ്ദേഹത്തോട് പലരും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സ്പീക്കർ പദവി പോലും ഒക്കെ പല പക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാൻ ആഭ്യന്തരം എനിക്ക് വേണം, അതീ കുറഞ്ഞ കാര്യം. ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, അതിലും താഴെ പോകാൻ ഞാനില്ല. ഞാൻ അർഹിച്ചിരുന്നത് മുഖ്യമന്ത്രി പദമാണ്, പക്ഷേ നിങ്ങൾ തന്നില്ല. ഞാൻ ഒരിക്കലും ആഭ്യന്തരമന്ത്രിയായിരുന്നാണ്, ഇനി അതിലും താഴെ പോകാൻ എന്നോട് പറയരുത്. കുറഞ്ഞ കാലം ആഭ്യന്തരമന്ത്രി ആയിരുന്നിട്ടുള്ളൂ, 5 വർഷം ഇല്ലല്ലോ അന്ന്. അതെ, കുറഞ്ഞ കാലമല്ലേ ഉണ്ടായിരുന്നു. അതെ, അപ്പൊ പുള്ളിക്ക് ആഭ്യന്തരം കിട്ടുന്നു. ആഭ്യന്തരം കുറച്ചു കാലമേ ഉള്ളൂ എങ്കിലും നമ്മളെ കേരളം രാഷ്ട്രീയം വിലയിരുത്തുന്നവര് രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയായിട്ടാണ് കാണുന്നത്. കേരളത്തില് ഒരു പ്രശ്നവും ഇല്ലാതെ ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ അപ്പം ഒരു അവസരം ഉണ്ടായിരുന്നു. പോലീസുകാർക്ക് വളരെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ ഒരു അവസരം നൽകിയ ആഭ്യന്തരമന്ത്രിയായിരുന്നു. പക്ഷേ പുള്ളിക്ക് അറിയാം. അതെ, എന്തായാലും കാര്യങ്ങൾ ശുഭ സൂചകമായി തന്നെ നമുക്ക് എല്ലാം ഈ കെ മാണിയും ഉമ്മൻചാണ്ടിയും പെട്ട വിവാദങ്ങൾ ആ സമയത്തൊക്കെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രമേശ് രാഷ്ട്രീയത്തിൽ നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നുപോയത്. എന്തായാലും രമേശ് ചെന്നിത്തല ഇതായി. രാഹുൽ ഗാന്ധി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അന്ന് തന്നെ രാഹുൽ ഗാന്ധി ഉറപ്പ് പറഞ്ഞിരുന്നു ഇഷ്ടമുള്ളത് കിട്ടും എന്ന് ഉറപ്പ് പറഞ്ഞിരുന്നു. ഇവിടെ ആഭ്യന്തരമന്ത്രി ആകാൻ മോഹിച്ചത് 3 പേരുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയാകാൻ മോഹിച്ച 3 പേരെ പോലെ ഇവിടെ ആഭ്യന്തരമന്ത്രിയാകാൻ മോഹിച്ച 3 പേരുണ്ടായിരുന്നു. ഒന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൂടെ കിട്ടണമെന്ന് സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. കാര്യം ഉമ്മൻചാണ്ടി കഴിഞ്ഞ തവണ ആഭ്യന്തരം വിട്ടുകൊടുത്ത വേറൊരു സാഹചര്യത്തിലാണ്. കാര്യം അദ്ദേഹത്തിന്റെ ഒരു കേസ് വന്നപ്പോഴാണ് തിരുവഞ്ചൂരിനാക്കുന്നത്. അതൊരു തുടക്കം ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ തന്നെയായിരുന്നു ആഭ്യന്തരം. അതുകൊണ്ട്
സതീശൻ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതെ. സതീശ് ആഗ്രഹിച്ചിരുന്നു. അതേപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതെ അതെ, മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ് അദ്ദേഹം, സീനിയറാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഗ്രഹിച്ചിരുന്നു. അതിന് കാരണം കെ.സി. വേണുഗോപാലായിട്ട് കുറച്ചും കൂടെ അടുപ്പം അദ്ദേഹത്തിനുള്ളതുകൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പിന്നെ രമേശ് ചെന്നിത്തല. അപ്പം മുഖ്യമന്ത്രിയായിട്ട് 3 പേരുണ്ടായിരുന്നു ആവാൻ. മുഖ്യമന്ത്രിയുമായി ആഭ്യന്തരമന്ത്രിയാകാനാണ് 3 പേരുണ്ടായിരുന്നു. ഈ 3 പേരിൽ ആദ്യത്തെ മത്സരത്തിൽ ജയിക്കാൻ പറ്റാത്ത ചെന്നിത്തല ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ കടന്നുകൂടുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ കടന്നുകൂടുന്നതിന് ഒരു കാര്യമുണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം മത്സരിച്ച കെ.സി. വേണുഗോപാലിന്റെ പിന്തുണ അതിപ്പോൾ ഇപ്പം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ രമേശ് ചെന്നിത്തല വന്നപ്പോൾ രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ കെ.സി. വേണുഗോപാലും തിരുവഞ്ചൂരിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ചെന്നിത്തല അങ്ങനെ നമുക്ക് കൈവിടാൻ പറ്റില്ല. ചെന്നിത്തല വിജയം ഉണ്ടായിരിക്കുന്നു. അതെ, ചെന്നിത്തല മന്ത്രിസഭയിൽ വേണം. ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് പൂർണ്ണത വരൂ എന്ന് കോൺഗ്രസ് സമ്മതിച്ചിരിക്കുന്നു. അതിന്റെ പ്രതിഫലനമാണ് വി.ഡി. സതീശൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുന്നു, പിന്നെ സംസാരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പാണെന്ന ഉറപ്പ് ഡൽഹിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ വിശ്വസ്തർ കൂടി അവിടെ അദ്ദേഹം സീനിയോറിറ്റിയാണ് ഉയർത്തുന്നത്. ഐ.സി. ബാലകൃഷ്ണൻ, അൻവർ സാദത്ത് ഇവരെല്ലാം സീനിയർമാരാണ്. അൻവർ സാദത്ത് 4 തവണ MLA ആയ ആളാണ്, 5ാമത്തെ തവണ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സീനിയേഴ്സിന് വേണ്ടിയാണ് അദ്ദേഹം വാദിക്കുന്നത്. കാര്യം സീനിയോറിറ്റി അനുസരിച്ച് എന്നെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് സീനിയറായ ആളുകളെ നിങ്ങൾ തഴയരുത് എന്ന ആവശ്യം അത് ഇനി അംഗീകരിക്കപ്പെടുമോ എന്നുള്ളത് അറിയത്തില്ല. പിന്നെ ജോസഫ് വാഴക്കനെ KPC അധ്യക്ഷനാക്കണം. ഒപ്പം അദ്ദേഹം രാജ്യസഭാ അംഗമാക്കിയാലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ജോസഫ് കാര്യം അദ്ദേഹം പോസ്റ്റർ അടിച്ചാണ് വിജയിക്കുന്ന അവസരം മാറിക്കൊടുത്താണ്. അപ്പൊ അങ്ങനെ കൂടെ ഉള്ളവരായും അല്ല, കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം രാജ്യസഭ അംഗമാക്കും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം അവർക്ക് തന്നെ സ്ഥാനാർത്ഥികളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 3 പേരെയും ജയിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാര്യം പ്രിഫറൻഷ്യൽ വോട്ടിംഗ് സംവിധാനത്തിന്റെ പ്രത്യേകത അതെ, അവർക്ക് 2 പേരെ കോൺഗ്രസിന് എപ്പോഴും ജയിപ്പിക്കാം. സ്വാഭാവികമായിട്ട് വാഴക്കനെ രാജ്യസഭാ അംഗം ആക്കാവുന്നതാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ മന്ത്രി തല ചർച്ചകളിലൊക്കെ തന്നെ ഒരു പക്ഷേ പി.എ. ജോസഫിനെ പോലുള്ള ആരെങ്കിലും ചിലപ്പോൾ നാളെ ജോസഫ് കൊടുക്കണമെങ്കിൽ അവർക്കാണെങ്കിൽ ആക്കാം, അത്രേ ഉള്ളൂ. ജോസഫ് 7 പേരുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവകാശവാദം ഉന്നയിക്കും. അങ്ങനെയൊക്കെയുള്ള കോംപ്രമൈസിന് ഇപ്പോൾ സ്കോപ്പുണ്ട്. കേന്ദ്രത്തിൽ ഭരണമില്ലെങ്കിൽ പോലും രാജ്യസഭാംഗങ്ങൾ ഇത്രയും കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കോൺഗ്രസിന് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ ഏതായാലും ചെന്നിത്തല വിജയം സംഭവിച്ചിരിക്കുന്നു.